ഇപ്പോൾ സ്പീക്കർ എൻ ഷംസീർ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. 13 തീയതികളിലാണ് ലോകസഭയുടെ 4ാം സമ്മേളനം നമ്മുടെ ലോഞ്ചിൽ വെച്ച് നടക്കുന്നത്. ജൂലൈ 25-ന് 15ാമത് കേരള നിയമസഭയുടെ 11ാം സമ്മേളനം അവസാനിക്കും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏതാണ്ട് വ്യക്തത ഉണ്ടാകുന്നാലും ഒഫീഷ്യലായി നിങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും കുറച്ച് അംഗങ്ങൾ മാത്രമല്ല, എല്ലാ വെള്ളിയാഴ്ചകളിലും വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമല്ല, വെറുതെ ചടങ്ങിൽ മാത്രം ചേരുന്ന ഒരു അവസ്ഥയിലേക്ക് അനൗദ്യോഗിക മാറുകയാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ ക്രിയാത്മകമാക്കാൻ അല്ല, ഞങ്ങൾ ഓരോ ഘട്ടത്തിലും ചർച്ച ചെയ്തിന്. പക്ഷേ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ഓരോ ഘട്ടത്തിലും ചർച്ച ചെയ്യുമ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ നിങ്ങളും കണ്ടിട്ടുണ്ടാവും, വളരെ സീരിയസ് ആയൊരു ഇൻട്രോസ്പെക്ഷൻ നമ്മളെല്ലാം നടത്തുന്ന കാര്യമാണ്. കാരണം ഫ്രൈഡേ പലപ്പോഴും ലീവ് കൊടുക്കേണ്ടി വരും. പിന്നെ ഫ്രൈഡേ പറഞ്ഞ പോലെ വേണ്ട പ്രസൻസും ഇല്ല, ആളുകൾ ആബ്സെൻ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അത് കക്ഷി നേതാക്കളോടൊക്കെ ചർച്ച ചെയ്ത് നിങ്ങൾ പറഞ്ഞ പ്രൈവറ്റ് മെമ്പർ ബില്ല് കുറച്ചുകൂടി സീരിയസ് ആയി എടുക്കണം എന്നുള്ള പൊതു അഭിപ്രായം മെമ്പർമാരോടും കക്ഷി നേതാക്കളോടും ഞങ്ങൾ സൂചിപ്പിക്കാം. അല്ല, ഏതായാലും അതിപ്പോൾ ഫ്ലോറിലേക്ക് വന്നല്ലോ. ഫ്ലോറിൽ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഏതായാലും വളരെ സംവാദങ്ങൾക്കും ക്ലോസ് ബൈ ക്ലോസ് പരിശോധനക്കും തിങ്കളാഴ്ച തന്നെ, ഏറ്റവും അതിൻ്റെ സീരിയസ്നെസ് പരിഗണിച്ചുകൊണ്ടാണല്ലോ തിങ്കളാഴ്ച തന്നെ അത് ഫ്ലോറിൽ വരുന്നത്. നിയമസഭക്കകത്ത് നടത്തുന്നു. അതിൻ്റെ ചെയർമാൻ സ്പീക്കറാണ്. CMO ആണ് അതിൻ്റെ കാര്യങ്ങൾ നീക്കുന്നത്. നോർക്ക റൂട്ടാണ് നടത്തുന്നത്. നോർക്ക റൂട്ട്സ് നിങ്ങൾക്ക് അറിയുന്ന പോലെ ലോക കേരള സഭ സംഘടിപ്പിക്കുന്നവരാണ്. നിയമസഭയുടെ സ്പീക്കർ അതിൻ്റെ അധ്യക്ഷനാണ്. ശരി, 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം ജൂൺ 10-ന് ആരംഭിക്കും. ബജറ്റ് പാസാക്കാനാണ് സഭ ചേരുക. 28 ദിവസമാണ് സഭ ചേരുക. ബില്ലുകളുടെ അവതരണം ജൂൺ 10-ന് തുടങ്ങും. ജൂലൈ 25-ന് സഭാ സമ്മേളനം അവസാനിക്കും.